സങ്കടപ്പെട്ടെന്നറിയോ? പറഞ്ഞിട്ട് ഇനി അകത്തേക്ക് ഏറിയാ മതി. മോളെ 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 അച്ഛനോട് ക്ഷമിക്കും മോളെ. അച്ഛനൊന്നും അറിഞ്ഞില്ല, അച്ഛനൊന്നും അറിഞ്ഞില്ല. അച്ഛനോ? വിഷ്ണുച്ചൻ, മോളുടെ ബിഗ് ഫ്രണ്ട്. എന്റെ മോള്, എന്റെ ചോര, ജനിച്ചെന്നു മുതൽ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ സ്വപ്നം, എന്റെ എല്ലാം, എന്റെ എല്ലാം. എനിക്ക് എന്റെ മക്കളെ തിരിച്ചു കിട്ടി. ഇനി എന്റെ ലോകം എന്ന് പറയുന്നത് ഇവര് മാത്രം. ആ ഇതെന്താ ബിഗ് ഫ്രണ്ട് കാണിക്കുന്നേ? ബിഗ് ഫ്രണ്ട് എന്ത് പറ്റി? സ്നേഹം. സത്യമോളോടെ ഈ ബിഗ് ഫ്രണ്ടിലുള്ള സ്നേഹം. ഇതൊരു കൂടെയുള്ളൂ. പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്രയും ഉള്ളിലുണ്ടായിരുന്നു. അതാ അത് എന്താടി ഇത്? വിഷ്ണുവേട്ടൻ്റെ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. ഈശ്വര, സത്യം
വിഷ്ണുട്ടന്റെ മക്കളാണെന്നും ശ്യാമയുടെ ജീവിതത്തിന് വേണ്ടി സത്യങ്ങളും മറച്ചു വെച്ചതാണെന്നും എല്ലാം എല്ലാം പറയേണ്ടി വന്നു. എന്റെ ദേവി, നീ കാത്തു. വലിയൊരു ദുരന്തമാ ഇതറിയുമ്പോ ഉണ്ടാകുക എന്നാ ഞാൻ കരുതിയത്. അത് ഒരാൾക്കും ദോഷമില്ലാത്ത രീതിയിൽ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തല്ലോ ദേവി. 100 നന്ദി. കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അതൊക്കെ ഇനി എന്ത് വന്നാലും ഒന്നിച്ചു നിന്ന് തരണം ചെയ്യണം. അതൊക്കെ സമാധാനമുള്ള കാര്യങ്ങളാ. എന്തായാലും സത്യമൊക്കെ സന്തോഷമാവും. എനിക്കത് മതി. എന്റെ മോളാ. ഇന്ന് ഈ ലോകത്തെ ഏറ്റവും സന്തോഷവാനായിട്ട് മനുഷ്യരാരെന്ന് ചോദിച്ചാൽ ഞാൻ ഉച്ചത്തി വിളിച്ചു പറയും, ഞാൻ തന്റെ. പിന്നെ ശരണമേ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ സത്യങ്ങൾ അറിയാതെ ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും മാപ്പ്. അയ്യോ മോനെ, മോനെ വിഷ്ണു, എന്തായി കാണിക്കുന്നേ? ചില കാര്യങ്ങൾ കേട്ടപ്പോ നിയന്ത്രണം വിട്ട് പറഞ്ഞതെല്ലാം അബദ്ധങ്ങളും തെറ്റിദ്ധാരണകളാണെന്ന് മനസ്സിലായപ്പോ ചങ്ക് തകർന്ന അവസ്ഥയിൽ തന്നെയാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. എനിക്കിപ്പോ കിട്ടിയ പുതിയ ജീവിതത്തിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നതും ഈ കുടുംബത്തോട് തന്നെയാ. മറക്കില്ല, എന്റെ ജീവിതത്തിൽ ഇത്രയും വിലയേറിയ നിമിഷം ഇത് പകരം വയ്ക്കാനില്ലാത്ത സ്വപ്ന നിമിഷം തന്നെയാ. ഒരു ഉമ്മതാ. വൈകിയാണെങ്കിലും എങ്ങനെയാണ് ഇതിനെല്ലാം നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. പറയാൻ വാക്കുകളും കിട്ടത്തില്ല. വിഷ്ണുട്ട, അമ്മയുടെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാ. ആ ജീവിതം നമ്മൾ ഇനി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതിനെന്താ, അതിപ്പോ തന്നെ കാണിച്ചു കൊടുത്തൂടെ? ബിഗ് ഫ്രണ്ട് വേണ്ട, എനിക്ക് തല ചുറ്റും. ബിഗ് ഫ്രണ്ട് വേണ്ട. എന്നാ പിന്നെ കുറച്ചുകൂടി ഉയർത്തിട്ടെന്ന കാര്യം. ഒന്നും അറിയാതെയുള്ള സത്യയുടെ ചിരി കണ്ടില്ലേ? ഇനിയെല്ലാം അറിയുമ്പോ
ഈ ചിരിക്ക് ഭംഗി കൂടും. അതെനിക്ക് ഉടനെ കാണാൻ പറ്റൂടി. അതിന് ഇനി നമ്മളൊന്ന് തയ്യാറെടുക്കണം അമ്മേ. തൽക്കാലം കുട്ടികൾ വിശ്വസിച്ചിരിക്കുന്നത് അതുപോലെ പോട്ടെ. പറയാനൊരവസരം വരും. അതുവരെ ഇതുപോലെ പോട്ടെ. ഇത്രയും കലങ്ങി തെളിഞ്ഞില്ലേ? ഇനിയുള്ളത് ശരിയാവും. ശരിയാവും, എല്ലാം ശരിയാവും. ദേവി, ഒടുവിൽ നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എന്റെ വിഷ്ണുമോൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു. സ്വന്തം രക്തത്തെ അവൻ ചേർത്തു പിടിച്ചു. വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാകുമെന്ന് കരുതിയതല്ല. അവിടുത്തെ കൃപ കൊണ്ട് ഒരാപത്തും വരുത്താതെ സാധിച്ചു തന്നു. ദേവി, ഇനി ഒരൊറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ. ഈ വിവരങ്ങൾ സത്യാമ്മ അറിയുമ്പോൾ ഒരു വലിയ പ്രളയം തന്നെ ഉണ്ടായേക്കാം. അതെല്ലാം തരണം ചെയ്യാൻ അവിടുന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ശരണം. ഒരുപാട് കണ്ണീര് കുടിച്ചവളാ എന്റെ ശാലിനി. ശാലിനിക്കൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചവനാ വിഷ്ണുവും. ഇനി അവരുടെ ജീവിതത്തിൽ ഒരാളും ഒരു കരടായി വരരുത്. ഇത് മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന മാത്രമല്ല, മനസ്സ് തകർന്ന് ഒരമ്മയുടെ അപേക്ഷ കൂടിയാ. കൈവിടരുതേ. അച്ഛനും അമ്മയും മക്കളും അവരിന്ന് വരെ ഒന്നിച്ചങ്ങനെ ജീവിച്ചിട്ടില്ല. ദേവി, ഇനി ഒരു പരീക്ഷണം അവർക്ക് കൊടുക്കരുതേ. ഈ ഉള്ളവൾക്ക് തന്നോളൂ, ഈ ഉള്ളവളെ കഷ്ടപ്പെടുത്തിക്കോളൂ. എന്റെ മക്കള് ഇനിയെങ്കിലും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണം. സ്നേഹിക്കുന്നവരും ഒന്നിപ്പിക്കാൻ ഒരുപാട് പ്രയത്നിക്കുന്ന ആളല്ലേ അവിടുന്ന്. എന്നിട്ട് എന്തേ വിഷ്ണുവിന്റെ ശാലിനിയുടെ ഇഷ്ടം കാണുന്നില്ല? എന്റെ ദേവി, ഞാൻ ഒരിക്കൽ കൂടി യാചിക്കുക. ഇനി അവർ ജീവിക്കട്ടെ, സുഖമായിട്ട് ജീവിക്കട്ടെ. എനിക്കത് കണ്ടാൽ മാത്രം മതി. രക്ഷിക്കണേ ദേവി, എന്നെ എന്റെ കുട്ടികളെ രക്ഷിക്കണേ. എന്താ? ആരെ മനസ്സിലായില്ല? റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ.
15 ദിവസത്തിനുള്ളിൽ 15 കോടി രൂപ അടയ്ക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജപ്തി നടപടികളിലേക്ക് പോകേണ്ടി വരും. ദിവസത്തിനുള്ളിൽ 15 കോടിയോ? അയ്യോ, ഇത് ചതിയാ. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഈ തുക അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വീട് ഞങ്ങൾക്ക് ജപ്തി ചെയ്യേണ്ടി വരും. ആരാ ഈ രോഹിത്? രോഹിത് എന്റെ മകനാ. സത്യഭാമ? അത് ഞാനാ. ജപ്തി നടപടികൾക്ക് തടസ്സം വന്നാൽ കുടിശ്ശികക്കാരായ നിങ്ങളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെച്ച് തുക ഈടാക്കാനും ഓർഡറിലുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണം അടയ്ക്കാൻ നോക്കണം. നോട്ടീസ് കൈപ്പറ്റിയ സ്ഥിതിക്ക് വീടും പുരയിടവും സർക്കാരിന്റെ നിരീക്ഷണത്തിലായി കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നും മരങ്ങൾ മുറിക്കുകയോ മറ്റു ക്രയവിക്രയങ്ങൾ നടത്തുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ വല്ലതും പ്രഥമ ദൃഷ്ടിയാൽ കാണുകയാണെങ്കിൽ വേണ്ട നടപടി സ്വീകരിക്കുന്നതാണ്. ഞാൻ ദാസൻ എന്ന് വിളിക്കട്ടെ. എല്ലാത്തിനും ധൈര്യം തന്നത് അയാളാണല്ലോ. എന്തെങ്കിലും ഒരു വഴി അയാൾ പറയാതിരിക്കില്ല. എന്നാ വിളിക്ക്. ഒട്ടും താമസിപ്പിക്കല്ലേ ഭാമേ. കേട്ടിട്ടും കാൽപാദം അടക്കുന്ന പുകയെ എനിക്ക് തലോറ്റുന്നതാണോ അതോ നെഞ്ചുവിനെടുക്കുകയാണോ? വല്ലാത്തൊരു പരിഭ്രമമാണ്. നിന്നിപ്പില് മരിച്ചു പോണെങ്കിലും പ്രാർത്ഥിച്ചു പോവോ? രാഘവേട്ടൻ എവിടെയെങ്കിലും ഇരിക്കും. നീ എന്റെ കാര്യം വിട് ഭാമേ. ആരാന്ന് വെച്ചാ വിളിക്ക്. നമ്മളെ മണ്ണ് അതെനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ആയ കാലത്ത് അധ്വാനിച്ചുണ്ടാക്കിയ മുതല 5ഉം 10ഉം ഒക്കെ വെച്ച് കൂട്ടി ഉണ്ടാക്കിയതാ. വിളിക്ക്. ആരെയാന്ന് വെച്ചാ വിളിച്ച് പറ. ഇവിടെ നിന്നിറങ്ങാൻ മനസ്സിലെന്ന് പറ. നിർബന്ധം പിടിച്ച 2 മനുഷ്യക്കോലങ്ങള് ഈ വീടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങുന്ന് വിളിച്ച് പറ നിന്റെ മന്ത്രിയോട്. വിളിക്ക് ഭാമേ.